ഇന്ന് ഗൾഫിൽ കഴിയുന്നവർക്ക് എന്ന് അവരുടെ വീട്ടിലെത്താൻ പറ്റും, അച്ഛനെ കാണാൻ പറ്റും, അമ്മയെ കാണാൻ പറ്റും. എന്റെ ഒരു ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ കണ്ടു ഞാൻ. ഇവരൊക്കെ വണ്ടിക്കാളകളെ പോലെയാണോ നമ്മൾ കാണണ്ടേന്ന് അല്ലെ? അവർക്കിന്ന് നാട്ടിലേക്ക് വരണ്ടേ? വേണ്ടോ, തന്റെ കണ്ണീര് മണ്ണിൽ വീഴാൻ പാടില്ലേ? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രവാസികളെ, നിങ്ങളെ ആകുലപ്പെടരുത്, ഒരുങ്ങണം ഞങ്ങള്. അങ്ങനെ നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് മറ്റൊരു ഗൾഫാക്കി മാറ്റണോ. പ്രിയമുള്ളവരെ, COVID-19 ഇന്ന് ഏറ്റവും കൂടുതൽ കരയിപ്പിക്കുന്നതും ആകുലപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതും നമ്മുടെ പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങളെയാണ്. ഇന്ന് ഗൾഫിൽ കഴിയുന്നവർക്ക് എന്ന് അവരുടെ വീട്ടിലെത്താൻ പറ്റും, അച്ഛനെ കാണാൻ പറ്റും, അമ്മയെ കാണാൻ പറ്റും. സ്വന്തം മക്കൾ കിടന്ന് കരയാ, അച്ഛൻ എന്നാ വരണേ. ഇവരുടെ വേദനകളൊക്കെ നമ്മൾ കാണണോ? എന്റെ ഒരു ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ കണ്ടു ഞാൻ. സക്കീർ ഹുസൈൻ തൂർ ഒരുക്കിയ ഒരു വീഡിയോ. എന്തുട്ടായിരുന്നറിയാ? ഇവരൊക്കെ വണ്ടിക്കാളകളെ പോലെയാണോ നമ്മൾ കാണണ്ടേന്ന് അല്ലെ? കുബൂസും കട്ടൻ ചായയും കഴിച്ച് ജീവിച്ചിരുന്നവരവര് എന്തിനു വേണ്ടിയിട്ടാ? ഭാര്യയുടെ, മക്കളുടെ, അച്ഛന്റെ, അമ്മയുടെ, നാടിന്റെ, വീടിന്റെ, പള്ളിയുടെ, അമ്പലത്തിന്റെ, പാർട്ടിക്കാരുടെ, അവർക്ക് വേണ്ടി ലക്ഷങ്ങൾ സമ്പാദിച്ച് ഇരുമ്പുകട്ടിൽ കിടന്നിട്ട് അവര് ഒരുക്കിക്കൂട്ടി നമുക്ക് തന്നു. നമ്മളതൊക്കെ ഔദാര്യപൂർവ്വം സ്വീകരിച്ചു. അവരൊക്കെ നെടുമ്പാശ്ശേരിയിൽ വന്ന് ഇറങ്ങുമ്പോഴേ എന്തോരം പേരെ കാറിൽ വന്നിട്ട് എടാ വന്ന പെട്ടിയത് എവിടെ എന്തൊക്കെയായിരുന്നു പ്രിയമുള്ളവരെ. അവർക്കിന്ന് നാട്ടിലേക്ക് വരണ്ടേ? ഇനി വരുമ്പോഴെന്താ? അവർക്കിനി ജോലിയില്ല, ശമ്പളമില്ല, അവര് കരുതണ്ടേ? അബ്രാഹം ചേട്ടൻ മാസ്കറ്റിൽ നിന്ന് എനിക്കൊരു വീഡിയോ അയച്ചപ്പോഴാണ് എന്റെ മനസ്സിൽ ഇതൊക്കെ കൊണ്ടിട്ടാ. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, മറക്കരുത്. ഈ കേരളം ഇങ്ങനെ കേരളമായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുണ്ടല്ല കുറെ ചോരയും നീരും ഒരുക്കിയ കുറെ മനുഷ്യരുണ്ട്. സാമ്പത്തികമായി കഴിവുള്ളവർ മാത്രമല്ലല്ലോ, സാധാരണക്കാരന്റെ എല്ല് മുറിഞ്ഞ് പണിയെടുത്തിട്ടുള്ളവരുണ്ട്. കരുതണം, അവര് നമ്മുടെ നാട്ടിലേക്ക് വരണം. വീട്ടിൽ അവരെ നമ്മൾ സ്വീകരിക്കണം, സ്വന്തമായിട്ട് നമ്മൾ സ്വീകരിക്കണം. കേരളത്തിൽ ഒരു തുള്ളി കണ്ണീര് വേണ്ടോ, തന്റെ കണ്ണീര് മണ്ണിൽ വീഴാൻ പാടില്ല. ഞങ്ങളുടെ ആഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രവാസികളെ, നിങ്ങളെ ആകുലപ്പെടരുത്, ഒരുങ്ങണം ഞങ്ങള്. ഇത് കണ്ടപ്പോ ഞാൻ പ്രവാസികളായ നമ്മുടെ സഹോദരോട് ചോദിച്ചപ്പോ ഞങ്ങൾ ഉണ്ടച്ചോ, ഒപ്പമുണ്ട്, കൂടെ ഉണ്ടാവണം. ഇവര് തിരിച്ചു വരുമ്പോ സാധാരണക്കാരായ പ്രവാസികൾക്ക് അവർക്കൊരു വർഷത്തേക്ക് ഭക്ഷണത്തിലെത്തികൾ ഒഴിവാക്കാൻ കൂടെ നിൽക്കണം. സേവ് പ്രവാസി, ജയ് പ്രവാസി. പ്രതികരിക്കൂ, ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ.